ഏകദേശം ഒരു 500-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. ചെറുമുക്കിൽ സ്വാമിയാർ പുത്രലാഭാർത്ഥം ശ്രീ മൂകാംബികാദേവി ഭജനം നടത്തിയിരുന്ന കാലം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ ഭഗവാന്റെ ഭക്തവാത്സല്യം നിറഞ്ഞ കഥ കേൾക്കാം. ഈ ഒരു കഥ നാമാചാര്യരായ ആഞ്ഞം ശ്രീ മാധവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു കേട്ട ഒരു ഭക്തവാത്സല്യ കഥയാണ്. ദേവി പ്രസാദിച്ച് സ്വാമിയാർക്ക് ദർശനം ലഭിക്കുകയും സ്വാമിയാരെ ഈ ഒരു 3 ദിവസത്തിനു ശേഷം പുത്രോത്പാദനത്തിന് ഞാൻ പറയുന്ന സമയം ഉത്തമമാണ് എന്ന് ദേവി പറഞ്ഞു. അങ്ങനെ ചെറുമുക്കിൽ സ്വാമിയാർ ദേവിയോട് തൊഴുകൈയോടുകൂടി നിൽക്കുന്ന സമയത്ത് വിശിഷ്ടനായ ഒരു മകൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ദേവി. അപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ ഇല്ലത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ തൃക്കണ്ടിയൂരെത്തിയതും രാത്രിയായി. അവിടെയൊരു പുഴയുണ്ട്. ആ പുഴ കടന്നാലേ അദ്ദേഹത്തിന് തൻ്റെ ഇല്ലത്തിലേക്ക് എത്താൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ ഇല്ലം ഷൊർണൂരിനടുത്ത് പാലക്കാട് ജില്ലയിലെ മായന്നൂർ റെയിൽവേ സ്റ്റേഷന് മധ്യേ ത്രാങ്ങാലി എന്ന സ്ഥലത്താണ്. തൃക്കണ്ടിയൂരെത്തിയ സ്വാമിയാർ കുളിച്ച് സന്ധ്യാവന്ദനമെല്ലാം കഴിച്ച് അവിടെ തന്നെയുള്ളൊരു ശാന്തിക്കാരൻ്റെ വീട്ടിൽ കിടന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലായെങ്കിലും സ്വാമിയാർക്ക് മാത്രം ഉറക്കം വന്നില്ല. അദ്ദേഹം കിടന്ന ആ റൂമിൻ്റെ വാതിൽ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നത് കണ്ടു ആ ഇല്ലത്തെ ജോലിക്കാരി. അപ്പോൾ ഈ ജോലിക്കാരി വിചാരിച്ചു സ്വാമിയാർക്ക് ഇനി വല്ല അസുഖം, ഈ വയറിളക്കമോ മറ്റോ ഉണ്ടാവുമോ, അതുകൊണ്ടാണോ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീ എന്തു ചെയ്തുവെന്നോ അദ്ദേഹത്തോട് ചോദിച്ചു. എന്താണ് അങ്ങേക്ക് വല്ല അസുഖവും ഉണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു മുഹൂർത്തം ഏറ്റവും ഉത്തമനായ പുത്രൻ ഉണ്ടാകുവാനുള്ള സമയമാണ്. ഇല്ലത്തെത്താൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. ആ ഒരു വിഷമമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് ആ വേലക്കാരി, അവിടുത്തെ ആ ജോലിക്കാരി പറഞ്ഞു, ആ ഉത്തമനായ പുത്രനെ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് തരിക. അങ്ങനെ ആ വേലക്കാരിയിൽ സ്വാമിയാർക്കുണ്ടായ പുത്രനാണ് മഹാഭക്തനും കവിയും മലയാള ഭാഷാ പിതാവുമായ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ. സ്വാമിയാർ പിന്നെയും മൂകാംബികയിൽ ഭജനത്തിന് പോയി. ദേവി വീണ്ടും കരുണ കാട്ടി. ഇത്തവണയും അദ്ദേഹത്തിന് ദർശനം ലഭിച്ചു. ഇപ്രാവശ്യവും അതേ വരം നൽകി ദേവി അനുഗ്രഹിച്ചു. മുഹൂർത്തത്തിന് മുൻപേ വീട്ടിലെത്തി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് രജസ്വലയായിരുന്നു. അപ്പോൾ നിഷിദ്ധമാണെങ്കിലും ദേവീകൽപ്പനയും ആ സമയ മഹാത്മ്യവും ഓർത്ത് അദ്ദേഹം സ്വപത്നിയിൽ പുത്രോത്പാദനം നടത്തി. ആ കുട്ടിയാണ് ചെറുമുക്കിൽ അത്യാശ്രമി എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ സ്വാമിയാർ. ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും അത്യാശ്രമിയെക്കുറിച്ചറിയാം. അത്യാശ്രമിയുടെ കഥ ഓർത്താൽ തന്നെ ഓരോ ഭക്തരുടെയും കണ്ണുകൾ നിറയും. അതാണ് അത്യാശ്രമി. അത്യാശ്രമിയോടുള്ള ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യത്തിൻ്റെ ഈ ഒരു കഥ കണ്ണു നിറയാതെ കേൾക്കുവാൻ നമ്മൾക്ക് ആർക്കും തന്നെ ആവില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളാണ് സനാതനധർമ്മത്തിലുള്ളത്. ഈ 4 ആശ്രമങ്ങളിൽ പെടാത്ത അതിനേക്കാൾ അതീതനാണ് അത്യാശ്രമീ പദം. നിഷിദ്ധ സമയത്തുണ്ടായതിനാലും ശുദ്ധാശുദ്ധങ്ങൾ അനുഷ്ഠിക്കാത്തതിനാലും ബ്രാഹ്മണ സമൂഹം അദ്ദേഹത്തെ പുറത്താക്കി, ഭ്രഷ്ടനാക്കി. അദ്ദേഹത്തെ മഹാഭക്തൻ, ജ്ഞാനി, വിരക്തൻ എന്നീ ഗുണങ്ങൾ ലഭിച്ചു അദ്ദേഹത്തിന്. തുഞ്ചത്തെഴുത്തച്ഛനും അത്യാശ്രമിയും ചെറുമുക്കിൽ സ്വാമിയാരുടെ ഒരച്ഛൻ്റെ പ്രസിദ്ധരായ മക്കളാണ്. ഉപനയനം കഴിഞ്ഞു. ബ്രഹ്മചാരിയായതോടുകൂടി ആശ്രമം ശുദ്ധം, അശുദ്ധം, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ചീത്ത, നല്ലത് എന്നീ ഈ ദ്വന്ദ്വാവസ്ഥകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സർവം വിഷ്ണുമയമാണ് അദ്ദേഹത്തിന്. എവിടെയും കിടക്കും അദ്ദേഹം, നാറാണത്ത് ഭ്രാന്തനെ പോലെ, ജഡഭരതനെ പോലെ. മഹാഭക്തനും ജ്ഞാനിയുമായിരുന്ന വില്വാമംഗലം സ്വാമിയാർ ഒരിക്കൽ അനന്തൻകാട് അന്വേഷിച്ചു പോകുമ്പോൾ ഒരു പറയച്ചാളയിൽ, അതായത് ഒരു പറയിയുടെ വീട്ടിൽ ആ സ്ത്രീയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്ന അത്യാശ്രമിയെ അദ്ദേഹം കണ്ടു. വില്വാമംഗലം കണ്ടു. ഇതൊന്നും എനിക്ക് കാണാൻ വയ്യ എന്നു കരുതി ഓലക്കൂട മറച്ച് പിടിച്ചു വില്വാമംഗലം.
അപ്പോൾ ഹേ വില്വാമംഗലം എന്ന് വിളി കേട്ടു. അപ്പോൾ വില്വാമംഗലം ഒന്ന് പുറകിലേക്ക് നോക്കി. അപ്പോൾ സ്വാമിയാർ അന്തം വിട്ടുപോയി ആ ഒരു കാഴ്ച കണ്ടിട്ട്. കാരണം അവിടെ സാക്ഷാൽ അനന്തശയനമാണ് വില്വാമംഗലം സ്വാമിയാർ കാണുന്നത്. ആ സമയത്ത് അവിടെ ആ ഒരു വീടോ ആ ഒരു സ്ത്രീയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ അനന്തൻ്റെ മേലെ ശയിക്കുന്ന സാക്ഷാൽ ഭഗവാനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അത്യാശ്രമിക്ക് ഈ പാറക്കെട്ടും പട്ടുമെത്തയും എല്ലാം ഒരുപോലെയാണ്. ആലങ്കോട് എന്നൊരു പഞ്ചായത്തിൽ അഷ്ടയിൽ വിഷ്ണു ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള കിഴക്കോട്ടുള്ള വാതിൽ തുറക്കാറില്ല. ഒരിക്കൽ ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയും നടക്കുന്ന വേദവിത്തുക്കളായ സദസ്യർ, അത്യാശ്രമിയുടെ മഹത്വം അറിയാത്തവർ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയത് ഈ വാതിലിൽ കൂടിയാണത്രേ. ഈ വാതിലിൽ കൂടി ആര് കടന്നാലും അവർ ഭ്രഷ്ടരാവും എന്ന് അദ്ദേഹം ശപിക്കേണ്ടായി. അനുഭവത്താൽ ഇങ്ങനെ സംഭവിച്ചതിനാൽ പിന്നീട് ആ വാതിൽ തുറന്നിട്ടില്ല. പിന്നീട് അവിടെ നശിച്ച് വരുന്നത് കണ്ടപ്പോൾ ദേവപ്രശ്നം വെച്ചു. അതിൽ തൻ്റെ ഭക്തനെ കുടിയിരുത്തി പ്രതിഷ്ഠിക്കാതെ അമ്പലത്തിനോ ആ നാടിനോ തന്നെ ഉയർച്ച ഉണ്ടാവില്ല എന്ന് തെളിഞ്ഞു. അതിനുശേഷം മതി ഭഗവാന്റെ പരിഹാര ക്രിയകൾ. ദേവപ്രശ്നത്തിൽ ഇപ്രകാരമാണ് പരിഹാരം കണ്ടത്. അങ്ങനെ ദേവന് അഭിമുഖമായി തന്നെ അണിമംഗലം തിരുമേനിയെ കൊണ്ട് പ്രതിഷ്ഠയും നടത്തി. അഹം ഭക്ത പരാധീന. ഈ ഒരു വാക്ക് വളരെ അർത്ഥവത്താണ്. കാരണം ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ഞാൻ ഭക്തൻ്റെ കീഴിലാണ്. ഈ ഒരു വാക്ക് അംബരീഷ ചരിതത്തിലുണ്ട്. ദുർവാസാവിനോട് ഭഗവാൻ പറയുന്നുണ്ട് ഈ ഒരു വാക്ക് അഹം ഭക്ത പരാധീന എന്ന്. അംബരീഷ ചരിതത്തിൽ ദുർവാസാവ് മുനിയോട് പറഞ്ഞ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ഈ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ. 1153 കുംഭമാസത്തിലാണ് 500 കൊല്ലത്തിന് ശേഷം ആ വാതിൽ തുറന്നത്. അവിടെ അത്യാശ്രമിയെ തൊഴുത ശേഷം മാത്രമേ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ. ഒരു ദിവസം ഗുരുവായൂർ നട തുറന്നപ്പോൾ കൃഷ്ണ ഭഗവാനെ ഹരേ എന്ന ഉച്ചത്തിലുള്ള ആ ഒരു വിളി കേട്ട് ആളുകൾ നോക്കുന്ന സമയത്ത് ദേഹം മുഴുവനും പൊട്ടിയൊലിക്കുകയും അവിടെ പുഴുക്കൾ അരിക്കുകയും ദുർഗന്ധപൂർണവുമായി ഒരാൾ അതാ വേച്ചു നടക്കുന്നു. ആളുകൾ സൂക്ഷിച്ചു നോക്കി. അത് മറ്റാരുമല്ല, അത്യാശ്രമിയാണ്. എല്ലാവരും സഹിക്കാൻ വയ്യാതെ മൂക്കുപൊത്തിയും അകന്നു നിന്നും അവിടെ നിന്നും പോവാനും എല്ലാം ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട്. അങ്ങനെ അദ്ദേഹത്തെ ഗുരുവായൂരിൽ നിന്നും പുറത്താക്കി. ഒരു സമയം പൂമാലയിട്ടും പൂർണ്ണ കുംഭത്തോടെയും സ്വീകരിച്ചവർ, കാല് തൊട്ട് വന്ദിച്ചവർ, മറ്റുള്ളവരുടെ രോഗങ്ങൾ ഒരു സ്പർശത്താൽ മാറ്റിയ മഹത് വ്യക്തി, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താന സൗഖ്യം കൊടുത്ത വ്യക്തി, എല്ലാവരുടെയും രോഗം ഏറ്റുവാങ്ങി സ്വയം കഷ്ടപ്പെടുന്ന ആ മഹൽ വ്യക്തി അവർക്കിന്ന് നികൃഷ്ടനാണ്. ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങിയ ദിവസം തന്നെ തൃച്ചംബരം ക്ഷേത്രത്തിൽ തൊഴുതു നിന്നു അദ്ദേഹം. അവിടെയും ഏവർക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ അറപ്പ്, പേടി. ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് പോകൂ എന്ന് പറയുന്ന ഭക്തർ. അദ്ദേഹം ക്ഷേത്രത്തിന് തൊട്ടുള്ളൊരു ഇലഞ്ഞിച്ചുവട്ടിലായി പോയി കിടന്നു. നല്ല കാലത്ത് എല്ലാവർക്കും നന്മ ചെയ്ത ഒരു മഹത്വമുള്ള ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അത്യാശ്രമി. ഓരോ ഭക്തരും അദ്ദേഹത്തോട് ഓരോ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് പോവാനും അകൽച്ചയും എല്ലാം കാണിച്ചപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം എത്തിയത് തൃച്ചംബരത്തിലാണ്. തൃച്ചംബരത്തിലും അദ്ദേഹത്തിന് അതുതന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഇലഞ്ഞിച്ചുവട്ടിൽ കിടന്നു. ആ നിമിഷം ആ ശ്രീകോവിലിൻ്റെ അകത്തുനിന്നും ഭഗവാൻ ഓടിയിറങ്ങി വന്നു. തൻ്റെ ഭക്തനെ, തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ, ഇത്രയും കാലം നന്മകൾ മാത്രം ചെയ്ത് നടന്ന ആ ഒരു ഭക്തനെ, ആ ഭക്തനിൽ നിന്നും ഒരുപാട് നന്മകൾ സ്വീകരിച്ച ആളുകൾ പോലും അദ്ദേഹത്തെ ഇപ്പോൾ അകറ്റി നിർത്തുന്നു. പക്ഷേ ഭഗവാൻ അങ്ങനെ പറ്റുമോ? ഓടിയിറങ്ങി വന്നു ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ തൻ്റെ മടിയിൽ അദ്ദേഹത്തെ തലവെച്ചു കിടത്തി. ഭഗവാനോ എന്നിട്ട് തൻ്റെ ആ പീതാംബരം കൊണ്ട് ആ മുറിവുകളിൽ തലോടി ഓരോരോ പുഴുക്കളെ പുറത്തേക്കെടുത്തുകൊണ്ട് ഈ അത്യാശ്രമിയെ ഭഗവാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഈ ഒരു സമയത്താണ് വില്വാമംഗലം അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ആദരവോടുകൂടി എല്ലാ ജനങ്ങളും
എതിരേറ്റ് അമ്പലത്തിലേക്ക് തൊഴാൻ കൂട്ടിക്കൊണ്ടുവരുന്ന സമയം ഭഗവത് വിഗ്രഹം ദർശിച്ചപ്പോൾ അവിടെ വിഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് വില്വാമംഗലം മനസ്സിലാക്കി. ഭഗവത് സാന്നിധ്യമില്ലാത്ത, ചൈതന്യമില്ലാത്ത വിഗ്രഹം. ഉടനെ തന്നെ വില്വാമംഗലത്തിന് മനസ്സിലായി ഭഗവാൻ ഇവിടെ ഇല്ല, എന്തായിരിക്കും ഇവിടെ നടന്നത്. ഉടനെ തന്നെ അദ്ദേഹം പുറത്തേക്കിറങ്ങി. എവിടെ എൻ്റെ ഭഗവാൻ, എവിടെ എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ചുറ്റും നോക്കി. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് അതാ ആ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയിൽ വെച്ച് ഭഗവാനെ വില്വാമംഗലം കാണുന്നു. തൻ്റെ ഭക്തനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ വില്വാമംഗലത്തിന് മാത്രം കാണാൻ സാധിച്ചു. വില്വാമംഗലം അങ്ങോട്ടേക്ക് പോവാൻ തുനിഞ്ഞപ്പോൾ വില്വാമംഗലത്തിനോട് ആ ക്ഷേത്രത്തിലെ ആളുകൾ, ഭക്തർ എല്ലാവരും പറഞ്ഞു, അങ്ങോട്ട് പോവണ്ട സ്വാമി, അവിടെ പൊട്ടിയൊലിച്ച് നാറുന്നൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവണ്ട, നാറ്റം സഹിക്കില്ല. അപ്പോഴാണ് വില്വാമംഗലം ആ ഇലഞ്ഞിത്തറയിൽ ഒരു പീതാംബരം ഇളകുന്നത് കണ്ടത്. വില്വാമംഗലം ഓടി ഇലഞ്ഞിത്തറയിലേക്ക് തൻ്റെ ഭക്തനെ ശുശ്രൂഷിക്കുന്ന ആ ഭഗവാനെ അദ്ദേഹം കാണേണ്ടായി. പുഴുക്കളെ തോണ്ടിക്കളയുന്നു ഭഗവാൻ. അത്യാശ്രമിയുടെ മേലെ നിന്നും പീതാംബരം കൊണ്ട് ആ മുറിവുകളും അതിൽ നിന്നും വരുന്ന വെള്ളവും ഒപ്പിയെടുക്കുന്നു ഭഗവാൻ. ഇതു കണ്ട സ്വാമിയാർ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ വീണു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വില്വാമംഗലം സ്വാമിയാരോട്, സ്വാമിയാരെ, കഴിഞ്ഞ 7 ജന്മങ്ങളിലും ഇദ്ദേഹം എൻ്റെ ഭക്തനായിരുന്നു. അന്നേ ഇതെല്ലാം അനുഭവിക്കേണ്ടതായിരുന്നു. എങ്ങനെ ആ ജന്മങ്ങളിൽ എൻ്റെ ഭക്തന് തീരാവ്യാധി കൊടുക്കും ഞാൻ? സദാ എൻ്റെ നാമം നാവിൽ, ഈ മനസ്സോ എന്നിൽ മാത്രം. 7 ജന്മം അനുഭവിക്കേണ്ട വ്യാധി വെറും 7 ആഴ്ച കൊണ്ട് അനുഭവിപ്പിച്ച് എന്നിൽ ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ. ഇത് എൻ്റെ ഈ പ്രിയപ്പെട്ടവൻ്റെ അവസാനത്തെ ജന്മമാണ്. ഈ പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണ്ടേ വില്വാമംഗലം? എനിക്കുമുണ്ട് ഒരുപാട് സങ്കടം ഇത് കാണുമ്പോൾ എന്ന് കരഞ്ഞുകൊണ്ടാണ് ഭഗവാൻ വില്വാമംഗലത്തിനോടായി പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ മടിയിൽ കിടക്കുന്ന അത്യാശ്രമിയുടെ മേലെ ഇലഞ്ഞിയുടെ ഇലയോ പൂവോ കായോ വീണ് അത്യാശ്രമിക്ക് വേദനിച്ചാലോ എന്നുള്ളൊരു കാരണം കൊണ്ട് മേലാൽ ഇലഞ്ഞിയുടെ പൂവോ കായോ ഇലയോ ഇതിന് ചുവട്ടിൽ വീണ് എൻ്റെ ഭക്തനെ വിഷമിപ്പിക്കുവാൻ പാടില്ല, അഥവാ വീഴുകയാണെങ്കിൽ ദൂരേക്ക് തെറിച്ചു വീഴട്ടെ എന്ന് ആ മരത്തിനോടായി പറഞ്ഞു, ആ ഇലഞ്ഞിയോടായി പറഞ്ഞു ഭഗവാൻ. നോക്കൂ, ഇന്നും ആ ഇലഞ്ഞി ചുവട്ടിൽ ഒന്നും വീഴാറില്ല, നേരെ ഒന്നും വീഴാറില്ല. ആ ഇലഞ്ഞി നശിച്ചുവെങ്കിലും ഇപ്പോഴും അവിടെ മറ്റൊരു ഇലഞ്ഞി വന്നിട്ടുണ്ട്. ആ ഇലഞ്ഞിയും എപ്രകാരമാണോ ഭഗവാൻ അന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അനുസരിക്കുന്നു. ഗുരുവായൂരപ്പനെ സേവിച്ചാൽ പിഴക്കില്ല. അതുകൊണ്ട് തന്നെ എന്നും ഒരു മുടക്കവും വരാതെ ഗുരുവായൂരപ്പനെ വിളിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയിൽ അധ്യായം 9 ശ്ലോകം 12 ഇപ്രകാരം പറയുന്നുണ്ട്: അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടുകൂടി ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വാക്കാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ അത്യാശ്രമിയുടെ ഈയൊരു ജീവിതം നമ്മൾക്കും പാഠമാണ്. എന്നും ഗുരുവായൂരപ്പൻ നമ്മോടൊപ്പം ഇരിക്കണം എങ്കിൽ ഭഗവാനെ അത്രമാത്രം സ്നേഹിക്കുക, അത്രമാത്രം ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുക. ഒരു ലാഭേച്ഛയും കൂടാതെ ഭഗവാനെ സേവിച്ചു വന്നാൽ തീർച്ചയായും നമ്മുടെ ഒപ്പം ഭഗവാൻ ഉണ്ടാവും. ഓരോ കാര്യത്തിലും നമ്മുടെ കൈ പിടിച്ച് ഭഗവാൻ നടത്തും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എന്നെന്നും ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.